വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. അരൂർ ദേശാഭിമാനി നാടകവേദിയുടെ നേതൃത്വത്തിൽ KS സിദ്ധാർത്ഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ദേശാഭിമാനി നാടകവേദി അരൂരിന്റെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ പൊളിഞ്ഞ പ്രമുഖ നാടക നടൻ KS സിദ്ധാർത്ഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടനും നാടക പ്രവർത്തകനുമായ മീനാരാജ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. നാലടി ഉയരത്തിൽ നിൽക്കുന്ന നടനും നാലടി അകലത്തിൽ നിൽക്കുന്ന കാണികളും തമ്മിൽ ഒരകലം, ആ അകലം എടുത്തു മാറ്റി ഒരേ തലനിരപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞ് നാളെ കേൾക്കാം. അങ്ങനെ നാളെ കേൾക്കുമ്പോഴും കൂടെ കാണാൻ വരുന്നവരും നാടകത്തിൽ അഭിനയിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് പറയാം, ചിലപ്പോൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഥാപാത്രം ചോദിക്കും, അല്ല ഈ സാധനങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ വിലയാണോ ഇപ്പം? രാഷ്ട്രീയത്തിലും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ ദീർഘകാലം നിൽക്കണം. ദീർഘകാലം നിന്നാൽ ചില ആളുകൾ മാറ്റം കൊണ്ട് പെട്ടെന്ന് കേൾക്കും. ദീർഘകാലം നിന്നെങ്കിൽ മാത്രമേ കലയിലും രാഷ്ട്രീയത്തിലും മുന്നേറി വരാൻ പ്രസിദ്ധന് ആ ദീർഘകാലം നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് മലയാള നാടകവേദിക്കുണ്ടായ സിദ്ധൻ്റെ വീടുമായിട്ട് നല്ല ബന്ധമാണ്. സിദ്ധൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും എനിക്കറിയാം. നാടകം നന്മയുടെ കലയാണെന്നും കേരളത്തിലെ ഒരു ജയിലുകളിലും നാടകരചയിതാക്കൾ കുറ്റവാളികളായി ഉണ്ടാകില്ലെന്ന് മീനാരാജ് പറഞ്ഞു. അരനൂറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന തന്റെ ഉറച്ച ബോധ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിഭയേറെ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥൻ നാടകരംഗത്ത് അധികാലം നിൽക്കാത്തത് നാടകവേദിക്ക് നഷ്ടമായെന്നും മീനാരാജ് പറഞ്ഞു. ദേശാഭിമാനി നാടകവേദിക്ക് പറയാൻ ബാക്കിവെച്ചത് എന്ന MP സുധീർ രചിച്ച സാമൂഹ്യ നാടക സംവിധാനം ചെയ്യുന്നതിനിടയിലാണ് KS സിദ്ധാർത്ഥൻ മരണമടഞ്ഞത്. PM ആന്റണിയുടെ സ്പാർട്ടിക്കാസ്, ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് തുടങ്ങിയ നാടകങ്ങളിലും സിദ്ധാർത്ഥൻ അഭിനയിച്ചിരുന്നു. അനുസ്മരണ ചടങ്ങിൽ ദേശാഭിമാനി ലൈബ്രറി പ്രസിഡന്റ് പീതാംബരൻ മാഷ് അധ്യക്ഷത വഹിച്ചു. നാടക പ്രവർത്തകനായ TP പ്രസാദ്, PS വിനായകൻ, കുഞ്ഞുമോൻ അരൂർ, PT രമേശൻ, ജനാർദ്ദനൻ, സോജി അഗസ്റ്റിൻ, സോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. നാടക പ്രവർത്തകരും കുടുംബാംഗങ്ങളുമടക്കം വലിയൊരു സദസ്സ് സമ്മേളനത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, അരൂർ.